നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ശതമാനം. അപ്പോൾ ശതമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ചോദ്യ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ എക്സ് പെർസെൻറ്റേജ് എന്നതിനെ ഒരു ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിനെ 100 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് x/100 എന്നതാണ് എക്സ് പെർസെൻറ്റേജിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭിന്നസംഖ്യാ രൂപം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 5% ആണെന്ന് ചോദിക്കുക. അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം എന്ന് പറയുന്നത് 5/100 ചെയ്താൽ മതി. അതായത് നമുക്ക് പറയാൻ പറ്റും 1/20 ആണെന്ന് പറയാൻ പറ്റും. അതായത് 5%-ന് തുല്യമാണ് എന്ത് 1/20 എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് നമുക്ക് ഗുണം ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ 360 എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്. 360-ന്റെ 5% എത്ര എന്നൊരു ചോദ്യം ചോദിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 360 × 5/100 ചെയ്യുക. 5% എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു 5/100 ആണ്. അതായത് 6% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം 6/100 ആണ്. അതുപോലെ തന്നെ 7% ആണെങ്കിൽ 7/100, 20% ആണെങ്കിൽ 20/100. ആ ഒരു രീതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടെ നമുക്ക് 20 കിട്ടും. അതായത് 5% കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 1/20 ആണ്. ഇത് നമുക്ക് ഇങ്ങനെ കളയാം. ഇത് നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ 18 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 360-ന്റെ 5% എന്ന് പറയുന്നത് എങ്ങനെയാണ് 18 എന്ന് കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉത്തരം എന്താണ് വരിക? 18 ആണ് വരിക. അപ്പോൾ ഇവിടെ ഒരു രീതി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരെ തിരിച്ച്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 1/2 എന്ന് പറയുന്ന ഒരു നമ്പർ തരുന്നു. ആ നമ്പറിൻ്റെ ശതമാനം പറയാമെന്ന് വിചാരിക്കുക. ശതമാനത്തിൽ പറയാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? × 100 ചെയ്താൽ മതി. ശതമാനത്തിനെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ /100 ചെയ്തുവെങ്കിൽ നേരെ തിരിച്ചാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? × 100 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 50%. അതായത് 1/2 എന്ന് പറയുന്ന ഈ ഒരു ഭിന്നസംഖ്യയ്ക്ക് തുല്യമായിട്ടുള്ള ശതമാന വാല്യൂ ആണ് 50% എന്ന് പറയുന്നത്. അതായത് ഒരു നമ്പറിൻ്റെ 1/2 കാണാൻ പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ആ നമ്പറിൻ്റെ 50% കാണാൻ പറയുക എന്നാണ്. ഒരു നമ്പറിൻ്റെ 50% കാണാൻ പറയുക എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പറിനെ 1/2 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണെന്നാണ് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്താണ് ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യ രൂപത്തിൽ നോക്കിപ്പോകാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം 4900-ന്റെ 10% എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. 4900-ന്റെ 10% എത്രയാണ്? സിമ്പിൾ അല്ലേ? 4900-ന്റെ 10% എത്ര? അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. ആ നമ്പറിൻ്റെ y% എത്ര എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യണം x × y/100 എന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു y% എന്ന് പറഞ്ഞാൽ എന്തിനോട് തുല്യമാണ്? y/100-ന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4900-ന്റെ 10% എന്ന് പറഞ്ഞാൽ 4900 എന്ന് ഇൻറ്റു എന്താണ് 10/100 ചെയ്യുക. അപ്പം നമുക്കിവിടെ 490 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ഇതല്ലാതെ സിമ്പിളായിട്ട് ചെയ്യേണ്ട മറ്റൊരു മെത്തേഡ് പറയാം. നമ്മൾ ഈ പറയുന്ന പേനയൊന്നും തന്നെ എടുക്കാതെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് പറയാം. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 4900 എന്താണ്? നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന ആ പൂർണ്ണസംഖ്യ ഇപ്പോൾ 4900 എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100% എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സിമ്പിളായിട്ട് പറയും എത്രയാണ്? ഈ പറയുന്ന 4900 തന്നെയാണെന്ന് നിങ്ങൾ പറയും. ശരിയല്ലേ? 4900 ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് 100% എത്രയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ നമ്പർ തന്നെയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് 10% എത്രയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ 100-നെ 10% ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന 100%-ത്തെ 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. അതായത് 10% എന്ന് കിട്ടും. അതായത് അതിനർത്ഥം എന്താണ്? 4900-ത്തെ നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4900-ത്തെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 490 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ അവസാനത്തെ 0 ഇല്ലേ, ആ 0-ത്തിന് പിന്നിലേക്ക് ഒരു പോയിന്റ് ഇട്ടാൽ കിട്ടുന്നതാണ് 490. ആ 0-ത്തിന് ഇപ്പോൾ ഇവിടെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട്, പോയിന്റിന് ശേഷം ഒരു 0 വന്നുകൊണ്ട് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 490 എന്ന് ഡയറക്റ്റ് പറഞ്ഞു. അതായത് തന്നിരിക്കുന്ന ഒരു നമ്പർ 100% നിങ്ങൾക്ക് തരികയാണെങ്കിൽ, ഉദാഹരണമായിട്ട് XYZW എന്ന് പറയുന്ന നമ്പർ തന്നു എന്ന് വിചാരിക്കുക. ഇത് 100%ആണ്. ഇതിൻ്റെ 10% കാണാൻ പറഞ്ഞാൽ ഈ W-ൻ്റെ പിന്നിലായിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റ് ഇട്ടാൽ മതി. അതായത് ഇപ്പോൾ 5748 എന്ന് പറയുന്ന നമ്പർ തന്നിട്ട് ഇതിൻ്റെ 10% കാണാൻ പറഞ്ഞാൽ നിങ്ങൾ 5748 × 10/100 എന്ന് ചെയ്യേണ്ട, മറിച്ച് എന്ത് ചെയ്താൽ മതി? ഈ 8-ൻ്റെ പിറകിലായിട്ട് ഒരു പോയിന്റ് ഇട്ടാൽ മതി. 574.8 എന്നതാണ് അതിൻ്റെ 10%. ഇനി നമ്മളോട് പറയുകയാണ് ഈ പറയുന്ന 100% തന്നിട്ട്, അതായത് ഈ 4900 എന്ന് പറയുന്ന നമ്പർ തന്നിട്ട് അതിൻ്റെ 1% കാണാൻ പറയാമെന്ന് വിചാരിക്കുക. നമുക്കറിയാം 100% ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും?
1 എന്ന് കിട്ടും, അതായത് 1% എന്ന് കിട്ടും. അതേപോലെ ഈ 4900 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? 49 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും, ഈ ഒന്നാമത്തെ ഡിജിറ്റ് രണ്ടാമത്തെ ഡിജിറ്റ് അവസാനത്തിൽ നിന്ന് 1 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ടാൽ കിട്ടുന്നതാണ് 49 എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ 5748 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് 5748 ആണ്. അതിൻ്റെ 1% എന്ന് പറഞ്ഞാൽ 8 4, ഈ 4ൻ്റെ പിന്നിലായിട്ട് ഒരു പോയിന്റ് ഇട്ടാൽ കിട്ടുന്ന 57.48 എന്നാണ്. അപ്പോൾ നാളെ ഒരു പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുകയാണ് 2 7 3 5 6 7 8 9 10, അതായത് ഇങ്ങനെ ഒരു നമ്പർ തരികയാണ്. 2 7 3 5 6 7 8 9 1 0 നമ്പർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിൻ്റെ 1% കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ അവസാനത്തെ ഡിജിറ്റും അതിനുശേഷം വന്ന ഡിജിറ്റും കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ടാൽ മതി. ഇതാണ് അതിൻ്റെ 1% എന്ന് പറയും. ഇനി 10% കാണാൻ പറഞ്ഞാലോ? ഇപ്പോൾ നിങ്ങൾ പോയിന്റ് ഇട്ടിരിക്കുന്നത് 1ൻ്റെ പിറകിലല്ലേ, അത് മാറ്റിയിട്ട് ഈ 0ൻ്റെ പിറകിൽ പോയിന്റ് ഇട്ടാൽ മതി. അതായത് 2 7 3 5 6 7 8 9 1 എന്നതാണ് അതിൻ്റെ 10%. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു സിമ്പിൾ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 4900ൻ്റെ 10% പറഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി 490 അവസാനത്തെ 0ൻ്റെ പിറകിലായിട്ട് ഒരു പോയിന്റ് ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും? 490 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന മേഖലയിലെ ഒരു ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടൈപ്പ് ചോദ്യം ചോദിക്കാറുള്ളത് 3600ൻ്റെ 11 1/9% എത്ര എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷനിൽ 200 എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബിയിൽ 300 എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സിയിൽ 1000 എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡിയിൽ 400 എന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ് അതിൻ്റെ ഉത്തരം എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ നേരത്തെ നമുക്ക് തന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മുടെ ഈ ഒരു പോർഷൻ നമ്മൾ നോക്കുമ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിലാണ് തന്നിരിക്കുന്നത്. ഒരു മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിനെ ആദ്യം നമ്മൾ എന്താക്കി മാറ്റണം? ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 11 1/9 നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ, അതായത് x/y എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 9 × 11 ചെയ്യുക. അപ്പോൾ നമുക്കവിടെ 99 കിട്ടി. അതേ കൂട്ടം ഈ 1 ചെയ്യുക, +1 വരും, ഡിവൈഡഡ് ബൈ ഈ 9 എടുത്ത് താഴെ ഇടുക. അപ്പം 99 + 1 നമുക്ക് 100/9 എന്ന് കിട്ടും. ഈ 100/9 എന്താണ്? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 100/9% ആണ്. 100/9% ആണ്. ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ 100 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 1/100 ചെയ്താൽ മതി. അപ്പോൾ നമുക്കവിടെ 1/9 എന്ന് കിട്ടും. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്ന, നമുക്ക് ഇപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന 11 1/9% തുല്യമാണ് എന്ത്? 1/9 എന്ന് പറയുന്നത്. അതായത് ഒരു സംഖ്യയുടെ 11 1/9% കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1/9 എത്രയാണെന്ന് കണ്ടാൽ മതി. അതായത് തന്നിരിക്കുന്ന സംഖ്യ ഗുണിക്കണം 1/9 ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന എത്രയാണ്? 3600 എന്ന് പറയുന്ന സംഖ്യയാണ്. അപ്പോൾ അതിൻ്റെ 11 1/9% എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഇനി നമുക്ക് കണ്ടുപിടിക്കാം 1/9 × 1/9. അപ്പോൾ ഇവിടെ നമുക്ക് 400 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഒരു മിക്സഡ് ഫ്രാക്ഷനിൽ തന്നിരിക്കുന്ന ഒരു ഇതിനെ ഫ്രാക്ഷൻ രൂപത്തിലേക്ക് മാറ്റുക എന്നതാണ് ഇവിടെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. തുടർന്ന് നമുക്ക് ആ ഒരു x/y ഫോമിലുള്ള ആ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ഒരു ചോദ്യം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് 7/10ൻ്റെ ശതമാന രൂപം എത്ര? ശതമാന രൂപം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഓപ്ഷൻ എയിൽ 80% എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബിയിൽ 90% എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സിയിൽ 70% എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംഖ്യ തരികയാണ്, x/y എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യ തരികയാണെങ്കിൽ അതിൻ്റെ ശതമാന രൂപത്തിലേക്ക് മാറ്റാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 100 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ശതമാനം എന്ന് പറഞ്ഞാൽ 100ൽ എത്ര എന്നതാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 7/10ൻ്റെ ശതമാന രൂപം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 7/10 × 100 ചെയ്താൽ മതി. നമുക്കവിടെ 70% എന്നാണ് കിട്ടുക. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 10, 7 × 10 70% എന്നാണ് കിട്ടുക. അപ്പോൾ ഇതാണ് മറ്റൊരു ടൈപ്പ് ചോദ്യം ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തതാണ് 11 1/9 നമ്മൾ ചെയ്ത പോലെ പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് 4 1/5ൻ്റെ ശതമാന രൂപം എത്ര? 4 1/5ൻ്റെ ശതമാന രൂപം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 4 1/5നെ x/y എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ഈ 4 × 5 ചെയ്യുന്നു. അപ്പോൾ 20 കിട്ടി. 20 + 1 ചെയ്യുന്നു, 21 കിട്ടി. ഡിവൈഡഡ് ബൈ 5
ഇനി ഇത് ശതമാനത്തിലേക്ക് മാറ്റാൻ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 100 ചെയ്താൽ മതി. നമ്മളിവിടെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 20 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 21 ഇൻറ്റു 20 അപ്പോൾ ഇവിടെ 420 420% അതായത് 21/5 എന്ന് പറഞ്ഞ്, അതായത് 4/1/5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശതമാന രൂപത്തിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ്, 420% തുല്യമാണെന്ന കാര്യം ഓർത്തിരിക്കുക. 420% തുല്യമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഇനി മറ്റൊരു ടൈപ്പ് ചോദ്യത്തിലേക്ക് വരാം. ഇനി 2.5ൻ്റെ ശതമാന രൂപം എത്ര, ശതമാന രൂപം എത്ര, രൂപം എത്ര എന്നാണ് അടുത്ത ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ എയിൽ 350% എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബിയിൽ 250% എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സിയിൽ 100% എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡിയിൽ നമുക്കിവിടെ 150% എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക 2.5ൻ്റെ ശതമാന രൂപം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് 2.5 ഡിവൈഡഡ് ബൈ 100 എന്ന് ചെയ്താൽ മതി. 2.5 ഡിവൈഡഡ് ബൈ 100 എന്ന് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇത് എന്താണ്, ശതമാന രൂപമാണോ? അല്ല, നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും, ശതമാന രൂപമാണ് എന്ന് ചിന്തിച്ചു പോകും അല്ലേ. ശതമാന രൂപത്തിലേക്ക് മാറ്റാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ശതമാന രൂപത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയും പോലെ 100 വെച്ചിട്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇങ്ങനെ കണ്ടിട്ട് നേരെ പോയിട്ട് എന്ത് ചെയ്യണം, 2.5 ഡിവൈഡ് ബൈ 100 എന്ന് അറിയാതെങ്കിലും ചെയ്തു പോകും. ആ ഒരു ഓപ്ഷൻ ചിലപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും, നിലവിൽ അത് കൊടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ചിലപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെങ്കിലും പോയിട്ട് എന്ത് ചെയ്യും, കറപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ശതമാന രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 2.5 ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ നമുക്കവിടെ 250% എന്നാണ് കിട്ടുക. അതായത് സിമ്പിളായിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ട എന്താണ്, എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ തരുന്നു. ആ എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ ശതമാന രൂപം കാണാൻ പറഞ്ഞാൽ എക്സ് ഇൻറ്റു 100 ചെയ്താൽ മതി, എക്സ് ഇൻറ്റു 100 ചെയ്താൽ മതി. അതായത് ഇപ്പോൾ എക്സ് ബൈ വൈ എന്ന് പറയുന്ന ഒരു സംഖ്യ തരുന്നു, അതിൻ്റെ ശതമാന രൂപം കാണാൻ പറഞ്ഞാൽ എക്സ് ഇൻറ്റു 100 ചെയ്താൽ മതി, എക്സ് ബൈ വൈ ഇൻറ്റു 100 ചെയ്താൽ മതി. ഇനി നമ്മളോട് തന്നിരിക്കുന്നത് എക്സ് പെർസെൻറ്റേജ് എന്നാണെങ്കിൽ അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം കാണാൻ പറഞ്ഞാൽ എക്സ് ബൈ 100 ചെയ്താൽ മതി. ഇനി നമ്മളുടെ പരീക്ഷയ്ക്ക് എക്സ് ബൈ വൈ എന്ന് പറയുന്ന ഒരു ശതമാനം തന്നിരിക്കുന്നു, അതിൻ്റെ ഭിന്നസംഖ്യ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, എക്സ് ബൈ വൈ ഇൻറ്റു 1/100 ചെയ്താൽ മതി. ഈ ഒരു രീതിയിലാണ് നമ്മൾ ശതമാനത്തിൽ നിന്നും ഭിന്നസംഖ്യാ രൂപത്തിലേക്കും ഭിന്നസംഖ്യാ രൂപത്തിൽ നിന്നും ശതമാനത്തിലേക്കും നമ്മൾ മാറ്റേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ഒരു ടൈപ്പ് ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ടൈപ്പ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ, നമ്മുടെ ചോദ്യം ഇതാണ്. നമ്മുടെ അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 30% 120 ആയാൽ സംഖ്യ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അടുത്തൊരു ടൈപ്പ് ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഒന്ന് നമ്മൾ എഴുതി നോക്കുക. ഒരു സംഖ്യ എന്ന് പറയുന്നത് ഞാനിവിടെ എക്സ് ആയിട്ട് എടുത്തു. അതിൻ്റെ 30% എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 30 ഡിവൈഡ് ബൈ 100 ആണ് ചെയ്യേണ്ടത് അല്ലേ. എക്സിൻ്റെ 30% എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 30/100. അത് നമുക്ക് ചെയ്താൽ എന്ത് കിട്ടണം, 120 കിട്ടണം. നമ്മൾ ഓൾറെഡി നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, എക്സ് ഈസ് ഈക്വൽ ടു 120 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 30 എന്ന് ചെയ്താൽ മതി. നമ്മളിതിങ്ങനെ വെട്ടുന്നു, ഇതിങ്ങോട്ട് പോകുമ്പോൾ 40 വട്ടം, അപ്പോൾ ഇവിടെ നമുക്ക് 400 എന്ന് കിട്ടുന്നു. അതായത് നമ്മുടെ ആ സംഖ്യ എന്ന് പറയുന്നത് 400 എന്നാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് എന്താണ്, 30% തന്നിരിക്കുന്നത്. അപ്പോൾ ആ സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ സംഖ്യ ഇൻറ്റു 30/100 സമം എന്താണ്, 120. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഇനി അടുത്ത ഒരു ടൈപ്പ് ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ചോദ്യം ഇതാണ്, ഒരു സംഖ്യയുടെ 75%തോട് 75 കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ കിട്ടി എങ്കിൽ സംഖ്യ ഏത്. അപ്പോൾ നമ്മൾ ആ ചോദ്യം വായിക്കുന്ന ഒപ്പം തന്നെ ചെയ്തു പോവുക. ഒരു സംഖ്യ ഞാനിവിടെ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നു. ആ സംഖ്യയുടെ 75% എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എക്സ് ഇൻറ്റു 75/100 ആണ്. അപ്പോൾ 75/100 ആണ്. അതിനോട് എന്ത് കൂട്ടുന്നു, 75 കൂട്ടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്ലസ് 75 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ സംഖ്യ തന്നെ കിട്ടി. സംഖ്യ ഏതാണ്, എക്സ് ആണ്. അപ്പോൾ എക്സ് തന്നെയാണ് കിട്ടിയത്. നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി, എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോകാം. അപ്പോൾ 75 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് 75/100 എന്ന് കിട്ടും. ഇതിനൊന്ന് വെട്ടിച്ചുരുക്കാം കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ 3 വരും, ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, 4 എന്ന് കിട്ടും.
25 വെച്ച് വെട്ടിപ്പോവുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ഇനി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ നേരെ ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടും 4x മൈനസ് 3x ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അതായത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന 75 ഈസ് ഈക്വൽ ടു 4x മൈനസ് 3x എന്ന് പറയുമ്പോൾ x ആണ്, x/4 ആണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. x ഈസ് ഈക്വൽ ടു 75 × 4 ആണ്. അപ്പോൾ നമുക്കിവിടെ 4 20 6 2 300 എന്ന് കിട്ടും. ഇവിടെ നമ്മുടെ എന്താണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ചോദ്യം ഇങ്ങനെയാണ്. അതായത് നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ബേസ്. നമ്മൾ ആ ചോദ്യം വായിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങ് ചെയ്തൊരു ഇക്വേഷൻ ഫോം ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തിയാൽ മതി. നമ്മൾ ഗൈഡുകളൊക്കെ നോക്കുന്ന സമയത്ത് കുറേ ഇക്വേഷൻസ് ഓരോ ടൈപ്പിന്, ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പിന് ഒരു ഇക്വേഷൻ, അതിന് മുമ്പ് പറഞ്ഞ ടൈപ്പിന് മറ്റൊരു ഇക്വേഷൻ, ഇപ്പോൾ ഈ പഠിക്കുന്ന ടൈപ്പിന് വേറൊരു ഇക്വേഷൻ, അങ്ങനെ പഠിച്ചു വെക്കരുത്. എന്താണ് ആ ചോദ്യം എന്ന് മനസ്സിലാക്കുക. നമ്മൾ ആ പഠിച്ച ആ ബേസ് കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ പെട്ടെന്ന് ഫോം ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുക. അല്ലാതെ എല്ലാ ഇക്വേഷൻസും നിങ്ങൾ പഠിക്കാൻ നോക്കിയാൽ മാത്സിന് പല ടോപ്പിക്സ് ഉണ്ട്, അവിടെ എല്ലാം കുറേ ഇക്വേഷൻസ് ഉണ്ടാവും. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അവസാനം മാത്സ് എന്തായിരിക്കും? വളരെ പാടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതി വളരെ സിമ്പിളായിട്ട് ചെയ്തു പോയാൽ മതി. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്സിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് എളുപ്പമുള്ള രീതിയാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതി ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിലും എളുപ്പമുള്ള രീതി എളുപ്പം കിട്ടും. അപ്പോൾ അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? എളുപ്പമുള്ള രീതി നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു സംഖ്യയുടെ 75% 250 കൂട്ടിയാൽ ആ സംഖ്യയുടെ ഇരട്ടി കിട്ടിയെങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ ഇത് നമ്മൾ വായിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒരു ഇക്വേഷൻ കൊണ്ട് ഫോം ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സംഖ്യ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സംഖ്യയുടെ 75%. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്. അതിൻ്റെ 75% എന്ന് പറയുമ്പോൾ 75/100 ആണ്. ആ സംഖ്യയോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 250 കൂട്ടിയാൽ. അപ്പോൾ ഇതിനോട് എന്ത് കൂട്ടുകയാണ്? 250 കൂട്ടുകയാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ സംഖ്യയുടെ ഇരട്ടി കിട്ടി. സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാണ്? എക്സ് ആണ്. എക്സിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് 2x എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ സോൾവ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തിയാൽ മതി. ഇത് നമുക്കൊന്ന് വെട്ടി ചുരുക്കാം. ഇവിടെ 3 വരും, ഇവിടെ നമുക്ക് എന്ത് വരും? 4 എന്നും വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 250 ഈസ് ഈക്വൽ ടു 2x മൈനസ് x 3/4 എന്ന് വരും. x 3/4 എന്ന് വരും. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 8x മൈനസ് 3x ഡിവൈഡ് ബൈ 4 ആണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 5x/4 ആണ്. 250 സമം 5x/4. അപ്പോൾ നമുക്ക് x എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? x എന്ന് പറയുമ്പോൾ ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ 250 × 4 ഡിവൈഡ് ബൈ 5 എന്ന് വരും. അതായത് ഇതിന് ഇങ്ങോട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ വെട്ടുമ്പോൾ 50 വരും. 50 × 4 200 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 200 എന്ന് നമുക്ക് കിട്ടി. എക്സിൻ്റെ വാല്യൂ 200 ആണ്. ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്താണ്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്. അടുത്തൊരു ടൈപ്പ് ചോദ്യമാണ്. ഒരു സംഖ്യയുടെ 10% 40 ആയാൽ ആ സംഖ്യയുടെ 25% എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഒരു സംഖ്യയുണ്ട്, എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യയുടെ 10% എന്ന് പറയുന്നത് 10% എന്ന് പറയുന്നത് നമുക്കറിയാം x × 10/100 ആണ്. അത് ചെയ്താൽ നമുക്ക് 40 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അതായത് നമുക്ക് ഇതിനിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 10 വരും. 10 × 4 ചെയ്താൽ നമുക്ക് 400 എന്ന് കിട്ടും. 400 എന്താണ് ആ സംഖ്യ. എന്നാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സംഖ്യയുടെ 25% എത്ര എന്നാണ്. അപ്പോൾ 400ൻ്റെ 25% എന്ന് പറയുമ്പോൾ 400 ഡിവൈഡ് ബൈ 25/100. ഇതിങ്ങനെ കഴിയുമ്പോൾ ഇവിടെ 4, ഇതിങ്ങനെ വെട്ടിയാൽ നമുക്ക് 100 കിട്ടും. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് 100 എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. 100 എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ഈ ഒരു ചോദ്യം തന്നെ നമുക്ക് വേറൊരു രീതി ചെയ്യാം. ഇത് എളുപ്പമാണ്. ഇനി ചെയ്യാൻ പോകുന്ന രീതി എളുപ്പമാണ്. നോക്കുക, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു സംഖ്യയുടെ 10% എന്ന് പറയുന്നത് എന്താണ്? 40 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സംഖ്യയുടെ 10% എന്ന് പറയുന്നത് എന്താണ്? 40 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു സംഖ്യയുടെ 10% 40 ആണെങ്കിൽ ആ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 100% ആണല്ലോ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? × 10 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ 40 ഉണ്ടല്ലോ, ഈ 40നെ നമുക്ക് × 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 400 എന്ന് കിട്ടും. അത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയ 400. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ 25% കണ്ടുപിടിച്ചാൽ മതി. 25% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 25/100 1/4 ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. നമുക്ക് അവിടെ 100 എന്ന് കിട്ടും. അപ്പോൾ ഏത് ലോജിക്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഈ രീതിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ രീതി ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇതിൽ എളുപ്പമുള്ള രീതി ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്സ് ചെയ്യാൻ പറ്റും. ഉത്തരത്തിലേക്ക് എത്തുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അടുത്തൊരു ടൈപ്പ്, ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ശതമാനം എന്ന് പറയുന്ന മേഖലയിൽ ചോദിക്കുന്ന അടുത്തൊരു ടൈപ്പാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. ഒരു ഗ്രാമത്തിലെ ജനസംഖ്യ 10,000-ൽ നിന്നും 14,000 ആയിട്ട് വർദ്ധിച്ച വർധനവിൻ്റെ ശതമാനം എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞ ശേഷം ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം. അപ്പം ഞാനിവിടെ 10 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തിരിക്കുന്നു. 10 എന്ന് പറയുന്ന നമ്പർ എടുത്തിരിക്കുന്നു. അത് 15 വർദ്ധിച്ചു. അപ്പോൾ വർധനവിൻ്റെ ശതമാനം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 10 ആയിരുന്നു നേരത്തെ, ഇപ്പം എത്രയായി? 15 ആയി. അപ്പോൾ എത്ര വർദ്ധിച്ചു? 5 വർദ്ധിച്ചു. ആ 5 എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന 10ൻ്റെ എത്ര ശതമാനം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 5/10 × 100 ചെയ്യണം. അതായത് വർദ്ധിച്ച നമ്പർ ഡിവൈഡഡ് ബൈ നേരത്തെ നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന ആദ്യ വില ഇൻറ്റു 100 ചെയ്യുക. അതായത് എത്രയാണോ വർധനവ് ഡിവൈഡഡ് ബൈ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആദ്യ വില ഇൻറ്റു 100 ചെയ്യുക. ഇത് ഇങ്ങനെ കാണാപ്പാടം പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളിവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കും. നമ്മൾ സിമ്പിളായിട്ട് മറ്റൊരു ഇതും കൂടെ പറയാം. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് 20 എന്ന് പറയുന്ന ഒരു സംഖ്യ തരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ 20 എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 30 മാറി. അതായത് നിങ്ങൾ ചിലപ്പോൾ 20 രൂപ ഞാൻ നിങ്ങൾക്ക് തന്നു വിചാരിക്കാം. നിങ്ങൾ ആ സാധനം വേറൊരാൾക്ക് കൊടുത്തു. അതായത് 20 രൂപയുടെ ഒരു സാധനം തന്നു, അത് നിങ്ങൾ വേറൊരാൾക്ക് കൊടുത്തു. 30 രൂപയ്ക്ക് നിങ്ങൾ വിറ്റുവെങ്കിൽ ഇപ്പോൾ ആ 20 രൂപ എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 30 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വർധനം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന 20 അതായത് ആദ്യം ഉണ്ടായിരുന്ന വില. വർദ്ധിച്ചത് എത്രയാണ്? 10 വർദ്ധിച്ചത്. ഇൻറ്റു 100 ചെയ്താൽ മതി. ശതമാനം എന്ന് പറയുന്നത് എപ്പോഴും 100ലാണ് പറയുക. അപ്പോൾ നമുക്കിവിടെ 10/20 × 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ശതമാനം കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ എത്ര വർധനമുണ്ടായി? 50% വർധനമാണ് ഉണ്ടായത്. അതായത് 20ൻ്റെ 50% എന്ന് പറയുന്നത് എത്രയാണ്? 10. ആ 10 ഇപ്പോൾ വർദ്ധിച്ചത്. അപ്പോൾ നമുക്ക് 50% വർധനവ് ഉണ്ടായി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലോജിക്കാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിലും ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്താണ്? ഒരു ഗ്രാമത്തിൽ ജനസംഖ്യ എന്ന് പറയുന്നത് 10,000 അപ്പോൾ ആദ്യ വില എന്ന് പറയുന്നത് 10,000. അതായത് ആദ്യം ഉണ്ടായിരുന്ന സംഖ്യ എന്ന് പറയുന്നത് 10,000. ഇനി അത് എത്രയായിട്ട് മാറി? പുതിയത് എത്രയാണ്? പുതിയത് എന്ന് പറയുന്നത് 14,000. 14,000. അപ്പോൾ ഇപ്പോൾ എത്രയായിട്ട് മാറി? 14,000 മാറി. അപ്പോൾ വർധനവ് എത്രയാണ്? വർധനവ് നമുക്ക് പറയാൻ പറ്റും 10,000 14,000 എങ്കിൽ 14,000 കുറയ്ക്കണം 10,000 ചെയ്ത 4,000ൻ്റെ വർധനവാണ് സംഭവിച്ചിരിക്കുന്നത്. 4,000ൻ്റെ വർധനവാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വർധനവിൻ്റെ ശതമാനമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ വർധനവ് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ നേരത്തെ ഉണ്ടായിരുന്ന എത്രയാണ്? 10,000 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതും പോയി നമ്മുടെ ആൻസർ കിട്ടി. ഓപ്ഷൻ സി 40%. മനസ്സിലായോ? ഈ ഒരു രീതിയിലാണ് ഈ ഒരു ടൈപ്പ് ചോദ്യം ചെയ്യേണ്ടത്. ഇനി നമുക്കിപ്പോൾ വർധനവാണ് ഉണ്ടായത്. നേരെ മറിച്ച് എന്ത് സംഭവിക്കാം? കുറവും സംഭവിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 20 രൂപ ഉള്ള ഒരു സാധനം നിങ്ങൾക്ക് തന്നു. പക്ഷേ നിങ്ങളത് വിറ്റ സമയത്ത് 15 രൂപയ്ക്കാണ് നിങ്ങൾ വിറ്റത്. അപ്പോൾ അവിടെ എത്രയാണ് അവിടെ വർധനവിൻ്റെ ശതമാനമല്ല, മറിച്ച് അവിടെ സംഭവിച്ചിരിക്കുന്ന ആ ഒരു കുറവിൻ്റെ ശതമാനം എത്രയാണെന്ന് ചോദിച്ചാൽ എപ്പോഴും നിങ്ങൾ എന്ത് പറയണം? ഈ 20ൽ തന്നെ പറയണം. അതായത് നിങ്ങൾക്ക് ആദ്യം കിട്ടിയതെന്തോ അതിൽ നിന്ന് തന്നെ വേണം നിങ്ങൾക്ക് കുറവാണോ സംഭവിച്ചത് കൂടുതലാണോ സംഭവിച്ചത് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇവിടെ കുറവ് എത്ര വന്നിട്ടുണ്ട്? ഈ 20ഉം 15ഉം തമ്മിലുള്ള ആ കുറവ് എന്ന് പറയുമ്പോൾ 5 5/20 × 100. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 25 കിട്ടും. 25% കുറവാണ് സംഭവിച്ചത്. 25% കൂടുതലാണോ? അല്ല, കുറവാണ് സംഭവിച്ചത്. അപ്പോൾ കുറവാണ് കൂടുതലാണ്, അതിലിപ്പോൾ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ വർധനവ് കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ നമ്മളിവിടെ എന്തും ചോദിക്കാം? കുറവും ചോദിക്കാം. അപ്പോൾ ആ കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ടൈപ്പിലേക്ക് വരാം. ഈ അടുത്തായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് 75%-30%. 30ൻ്റെ എത്ര ശതമാനത്തിന് തുല്യമാണെന്നാണ് നമ്മുടെ ചോദ്യം. 75%-30% എന്ന് പറയുന്നത് 30ൻ്റെ എത്ര ശതമാനത്തിന് തുല്യമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് 75%-30% എത്രയാണ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ 75 × 30/100 നമ്മൾ ചെയ്യുന്നു. ഇവിടെ നമ്മൾ വെട്ടിച്ചുരുക്കിയ ഇത് 3, ഇത് 4 വട്ടം പോകും. ഇനി നമ്മൾ 2 വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ 15 വരും, ഇവിടെ നമുക്ക് 2 വരും. അതായത് ഇവിടെ നമുക്ക് 15 × 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 45/2 എന്തെന്ന് വരും? 2 എന്ന് വരും. അതായത് 30ൻ്റെ എത്ര ശതമാനമാണ് 45/2 എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. 30ൻ്റെ എത്ര ശതമാനമാണ്
45/2 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ തന്നിരിക്കുന്ന ഇതെന്താണ് 30ൻ്റെ എത്ര ശതമാനം. അപ്പോൾ 30 ഇൻറ്റു എത്രയോ ശതമാനം എന്ന് പറയുന്നത് ഞാനിവിടെ X% ആയിട്ട് എടുത്തു. X/100 അത് നമുക്ക് എന്ത് കിട്ടും? 45/2 എന്ന് കിട്ടും. ഇതിന് നമ്മളിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 50 വരും. പിന്നെ നമുക്ക് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഈ പോയി, ഇവിടെ ഇതും പോയി. അപ്പോൾ ഇവിടെ 5 വരും, ഇവിടെ 3 വരും. ഇതും നമുക്ക് വെട്ടാം. ഇവിടെ 15 വരും. 15 × 5 നമുക്ക് 75 എന്ന് കിട്ടി. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 75%. 45/2 എന്ന് പറയുന്നത് എത്രയാണ്? 75%. 45/2 നമ്മൾ പിന്നെ ഡിവൈഡ് ചെയ്യാനൊന്നും നിൽക്കരുത്. നമ്മൾ അത് നേരെ ഇപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ നമ്മൾ വെട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് 75ൻ്റെ 30%, 30ൻ്റെ എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പല ഇക്വേഷൻസും നമ്മൾ നോക്കുമ്പോൾ കാണാനൊക്കെ പറ്റും. പക്ഷെ അതൊന്നും പഠിച്ച് വെറുതെ നിങ്ങൾ തല ഒന്നാക്കണ്ട. നിങ്ങൾ ആ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ 2-3 ചോദ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും പഠിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ബേസ് കാര്യം തന്നെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് ശതമാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കുക. ഒരു പരീക്ഷയ്ക്ക് വിജയിക്കാൻ 40% മാർക്ക് വേണം. 120 മാർക്ക് കിട്ടിയ കുട്ടി 80 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു എങ്കിൽ എത്ര മാർക്കിനാണ് പരീക്ഷ നടത്തിയതെന്നാണ് മറ്റൊരു ടൈപ്പ് ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു പരീക്ഷയ്ക്ക് വിജയിക്കാൻ 40% മാർക്ക് വേണം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അവിടെ ഒരു കാര്യം നമുക്ക് ലഭിച്ചു. എന്താണ്? 40% മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യും? വിജയിക്കും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് 120 മാർക്കാണ് ഇപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക്. 120 മാർക്കാണ് ഇപ്പോൾ ആ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക്. എന്നാൽ 80 മാർക്കിൻ്റെ കുറവിൽ കുട്ടി പരാജയപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന 40% എന്ന് പറയുന്നത് ഇവിടെ ഒരു 40% കിട്ടിയാലാണ് ആ കുട്ടി വിജയിക്കുക. 120 മാർക്കാണ് ഇപ്പോൾ ആ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. 80 മാർക്കിൻ്റെ കുറവിൽ കുട്ടി പരാജയപ്പെട്ടു എങ്കിൽ മാർക്ക് എത്രയാണ്? ടോട്ടൽ ആ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ 120നോടൊപ്പം ഇപ്പോൾ കുട്ടിക്ക് കുറവ് വന്നിരിക്കുന്ന ആ 80 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന 40%ത്തിലേക്ക് എത്തും അല്ലേ? ആ 40% കിട്ടണമെങ്കിൽ ഒരു 80ൻ്റെ കുറവുണ്ടെന്നാണ് പറഞ്ഞത്. കുട്ടിക്ക് 120 കിട്ടി, അതിനോട് ഒരു 80 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 200 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? 40% എന്ന് പറയുന്നത്. അപ്പോൾ 200 എന്ന് പറയുന്നത് എന്താണ്? 40%. അപ്പോൾ തന്നിരിക്കുന്ന ഏതോ ഒരു സംഖ്യയുടെ 40% ഏതെന്ന് പറയുന്നത് 200 എന്ന് പറയുന്നത്. എക്സിൻ്റെ വില കണ്ടുപിടിച്ചാൽ മതി. എക്സിൻ്റെ വില കണ്ടുപിടിക്കാനായിട്ട് 200 × 100/40 ചെയ്താൽ മതി. അതായത് ഈ 100 ഇങ്ങോട്ട് ഗുണിക്കും, ഈ 40 താഴോട്ടും വരും. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതും പോയി ഇതിങ്ങനെ പോകുമ്പോൾ നമുക്ക് 5 വരും. 0 5 × 50 × 10 ചെയ്യുമ്പോൾ നമുക്ക് 500 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ എത്രയാണ് ആ പരീക്ഷയുടെ മാർക്ക്? 500 മാർക്കിനായിരുന്നു പരീക്ഷ നടത്തിയത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ വേണമെങ്കിൽ പല രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 40% എന്ന് പറയുന്നതാണ് 200 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 10% കണ്ടുപിടിക്കാനായിട്ട് /4 ചെയ്താൽ നമുക്ക് 50 കിട്ടും. അതിനെ നമ്മളൊരു 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 500 കിട്ടും. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വേഗത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഫോം ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ആ ചോദ്യത്തിൽ പറയുന്നത് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ പഠിച്ച ആ ബേസ് കാര്യങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക. നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന അടുത്ത ചോദ്യം, അരുണിൻ്റെ വരുമാനം അരവിന്ദിൻ്റെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണ് എങ്കിൽ അരവിന്ദിൻ്റെ വരുമാനം അരുണിൻ്റെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യം ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യാം. നമ്മൾ ഇവിടെ ആ ഇക്വേഷൻസ് ഒന്നും തന്നെ ഉപയോഗിക്കാൻ പോകുന്നില്ല. നമ്മളിവിടെ ഒന്ന് അസ്യൂം ചെയ്യുകയാണ്. നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ട് വരുമാനം ഒന്നും തന്നെ തന്നിട്ടില്ല. തന്നിരിക്കുന്നത് അരുണിൻ്റെ വരുമാനം അരവിന്ദിൻ്റെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം അരവിന്ദിൻ്റെ വരുമാനം എടുക്കാം. അരവിന്ദ് എന്ന് പറയുന്ന വ്യക്തിയുടെ വരുമാനം ഞാൻ 100 രൂപയായിട്ട് എടുത്തു. എത്രയായിട്ട് എടുത്തു? 100 രൂപയായിട്ട് എടുത്തു. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? അരുണിൻ്റെ വരുമാനം അരവിന്ദിൻ്റെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണ്. അപ്പോൾ 100 എന്തെന്ന് പറയുന്നത് അരവിന്ദിൻ്റെ വരുമാനം. അപ്പോൾ ഈ 100നോട് എന്ത് കൂട്ടിയാൽ മതി? 25 കൂട്ടിയാൽ മതി. നമുക്ക് എന്ത് കിട്ടും? അരുണിൻ്റെ വരുമാനം കിട്ടും. അരുണിൻ്റെ വരുമാനം അപ്പോൾ എത്രയായിരിക്കും? 125 ആയിരിക്കും. 100ൻ്റെ 25% എന്ന് പറയുമ്പോൾ എത്രയാണ്? 100ൻ്റെ 25% എന്ന് പറയുമ്പോൾ 25.
ആ 25% കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ 100-നോട് ആ 25 കൂട്ടിയാൽ മതി. അതായത് നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഒരു സംഖ്യ 100 അല്ലെങ്കിൽ 100 വിചാരിക്കാം. ആ സംഖ്യയുടെ 25% കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 25 കൂട്ടിയാൽ മതി. അതേപോലെ തന്നെ 30% കൂടുതലാണെന്ന് പറഞ്ഞാൽ 30 കൂട്ടിയാൽ മതി. അതേ സമയത്ത് 25% കുറവാണെന്ന് പറഞ്ഞാലോ 25 കുറച്ചാൽ മതി. 30% കുറവാണെന്ന് പറഞ്ഞാലോ 30 കുറച്ചാൽ മതി. ആ ഒരു ലോജിക്കാണ് നമ്മളോട് ഉപയോഗിച്ചത്. അതല്ലെങ്കിലോ അരുണിൻ്റെ വരുമാനം അരവിന്ദിൻ്റെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണ്. അരവിന്ദിൻ്റെ വരുമാനം ഞാനിവിടെ ഓൾറെഡി 100 ആയിട്ട് എടുത്തു. 100 × 25 എന്ന് പറയുമ്പോൾ 25% എന്ന് പറയുമ്പോൾ 25. അപ്പോൾ 100 + 25 125 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 നമ്പർ കിട്ടി, 100ഉം 125ഉം. ഇനി എന്താണ്? എങ്കിൽ അരവിന്ദിൻ്റെ വരുമാനം അരുണിൻ്റെതിനേക്കാൾ എത്ര ശതമാനം കുറവാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്ക്, ഇവിടെ നമ്മൾ അരുണിൻ്റെ വരുമാനം 125, അതേപോലെ തന്നെ അരവിന്ദിൻ്റെ വരുമാനം 100 ആണ്. അപ്പോൾ അരവിന്ദിൻ്റെ വരുമാനം ഇപ്പോൾ എത്ര കുറവാണ്? 25ൻ്റെ കുറവാണ്. ആരിൽ നിന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത്? അരവിണിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ താഴെ എടുക്കേണ്ടത് എത്രയാണ്? 125 എടുക്കേണ്ടത്. നോക്കുക, എങ്കിൽ അരവിന്ദിൻ്റെ വരുമാനം അരുണിൻ്റെ ഇതിനേക്കാൾ എത്ര ശതമാനം കുറവാണ്. അപ്പോൾ അരുണിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അരുണാണ് നമ്മുടെ താഴെ വരേണ്ടത്. ആദ്യ വില എന്ന് പറയുന്നത് ഇവിടെ എന്താണ് എടുക്കേണ്ടത്? അരുണാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, 25 / 125 × 100 നമ്മൾ ചെയ്താൽ മതി. 25 / 125 × 100 ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ ചെയ്യണ സമയത്ത് നമുക്കിവിടെ 5 വരും. ഇങ്ങനെ നമ്മളിങ്ങനെ വെട്ടുമ്പോൾ നമുക്കിവിടെ 20 വരും. അപ്പോൾ എത്ര ശതമാനമാണ്? 20% കുറവാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ചോദ്യം ചെയ്യേണ്ടത്. നമ്മൾ ഇത്രയേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ അസ്യൂം ചെയ്യുന്നു 100 ആണ് അരവിന്ദിൻ്റെ വരുമാനം എന്ന് അസ്യൂം ചെയ്തു. എന്തുകൊണ്ടാണ് അവിടെ അരവിന്ദിന് 100 ഞാൻ എടുത്തതെന്ന് വെച്ചാൽ അരുണിൻ്റെ വരുമാനം അരവിന്ദിൻ്റെ വരുമാനത്തേക്കാൾ 25% കുറവാണ്. അപ്പോൾ അരവിന്ദിൻ്റെ വരുമാനം എന്ന് പറയുമ്പോൾ നമ്മൾ അരവിന്ദ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അരുണിൻ്റെ വരുമാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ ഒരു ലോജിക്കാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അരവിന്ദിന് 100 എടുത്താൽ അരുൺ എന്താണ്? 25% കൂടുതലാണ്. അപ്പോൾ 125 കൊടുക്കാൻ പറ്റും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അരവിന്ദിൻ്റെ വരുമാനം അരുണിൻ്റെതിനേക്കാൾ എത്ര ശതമാനം കുറവാണ്. അപ്പോൾ അരുണിൽ വെച്ചിട്ടാണ് എന്ത് നോക്കേണ്ടത്? അരവിന്ദിൻ്റെ വരുമാനം എത്ര കുറവാണെന്ന് നോക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ താഴെ എന്തെടുത്തത്? നമ്മുടെ അരുണിൻ്റെ വരുമാനം 125 എടുത്തത്. അപ്പോൾ 25 / 125 × 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 20% എന്ന് കിട്ടും. ഇതാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ചോദ്യമാണ്. ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ അവസാനത്തെ ടൈപ്പാണ്. ഇനി നമുക്ക് കുറച്ച് ടൈപ്പുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം നോക്കാം. എയുടെ വരുമാനം ബിയുടേതിനേക്കാൾ 25% കുറവാണ് എങ്കിൽ ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? നമ്മളിപ്പോൾ പഠിച്ച അതേ ടൈപ്പ് തന്നെ കുറച്ച് വ്യത്യസ്ത രൂപത്തിൽ ചോദിച്ചു എന്ന് മാത്രം. അപ്പോൾ നോക്കുക, എയുടെ വരുമാനം ബിയുടേതിനേക്കാൾ 25% കുറവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആരുടെ വരുമാനമാണ് എടുക്കാൻ എളുപ്പം? ബിയുടെ വരുമാനം ഞാനിവിടെ 100 എടുത്തു. കാരണം ബിയുടേതിനേക്കാൾ 25 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബിനെ നമ്മൾ 100 എടുത്തു. ഇനി എയുടെ വരുമാനം അപ്പോൾ എത്രയായിരിക്കും? ബിയുടെ വരുമാനത്തിനേക്കാൾ 25% കുറവാണ്. കുറവെന്നാണ് പറഞ്ഞത്. അപ്പോൾ 100-നോട് 25 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 75 കിട്ടി. അപ്പോൾ എയുടെ വരുമാനം എത്രയാണെന്ന് നമ്മൾ എടുത്തു? 75 എടുത്തു. ബിയുടെ എത്രയാണെന്ന് നമ്മൾ എടുത്തു? 100 നമുക്ക് കിട്ടി. ഇനി എന്താ പറയുന്നത്? എങ്കിൽ ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണെന്നാണ് ചോദിക്കുന്നത്. എയുടേതിനേക്കാൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എയിനെ വെച്ചിട്ട് വേണം നമ്മൾ നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എത്ര കൂടുതലാണ്? ഇത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 25 കൂടുതലാണെന്ന് കിട്ടും അല്ലേ? 75 + 25 ചെയ്താൽ 100 കിട്ടും. അപ്പോൾ എയിനേക്കാൾ 25 കൂടുതലാണ്. 25 കൂടുതലാണ്. എയിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എയിൻ്റെ വില എന്താണ്? 75 അതാണ് താഴെ എടുക്കേണ്ടത്. ×100 എന്ന് വരും. അപ്പോൾ ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? അപ്പോൾ എ വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അവിടെ ഏതാണ് അടിയിലെടുക്കേണ്ടത്? നമ്മുടെ 75 അടിയിലെടുക്കേണ്ടത്. ഇതിങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ 3 വട്ടം പോകും. ഇനി നമ്മൾ 100/3 ചെയ്യേണ്ടത്. 100/3 ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രാക്ഷൻ രൂപത്തിലുള്ള വാല്യൂ ആണ് കിട്ടുക. 33 1/3% എന്നാണ് കിട്ടുക. 33 1/3%. അതെങ്ങനെയാണ്? നമ്മൾ 100 എടുത്തു, /3 ചെയ്തു, 3 വട്ടം പോയി. അപ്പോൾ നമുക്കിവിടെ 9 വന്നു. പിന്നെയും നമുക്ക് 10 വരും. അപ്പോൾ ഇവിടെ 3 വരും. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 9 കിട്ടി. റിമൈൻഡർ 1 കിട്ടി. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് എടുത്തു 33. പിന്നെ ഈ റിമൈൻഡർ ആയിട്ട് വരുന്ന 1നെ എടുത്തു. 1 ഡിവൈഡഡ് ബൈ ഇതിനെ എടുത്തു 33 1/3%.
അപ്പോൾ ഇവിടെ എന്താണ് ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ ചോദ്യം എന്തായിരുന്നു, എയുടേതിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്, 33 1/3% കൂടുതലാണ് ബിയുടെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്, 33 1/3% എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തൊരു ടൈപ്പ്. 13ഓളം ടൈപ്പുകൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പാർട്ടാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇതെല്ലാം PSC പരീക്ഷ നിത്യേന ഇങ്ങനെ ചോദിക്കുന്ന വിവിധ ടൈപ്പ് ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകളായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.